പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വടകരയിൽ ഒരു ഗൃഹപ്രവേശനത്തിന് പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നീട് കുടുംബസമേതം പോയത് സാൻഡ് ബാങ്ക്സിലേക്കാണ്. സാൻഡ് ബാങ്ക്സ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. പക്ഷേ എന്താണ് സാൻഡ് ബാങ്ക്സ്? എന്താണ് സാൻഡ് ബാങ്ക്സിൻ്റെ പ്രാധാന്യം? വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമായിട്ട് സാൻഡ് ബാങ്ക്സിനെ പരിമിതപ്പെടുത്തരുത്. കാരണം അതിനപ്പുറം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്ര പ്രസക്തിയുള്ള ഒരു തീരമാണ് സാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സാൻഡ് ബാങ്ക്സ് എന്നാൽ മലയാളത്തിൽ അർത്ഥം മണൽ തീരം എന്നൊക്കെയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അഴിമുഖമാണ്. കോട്ടക്കൽ പുഴ എന്ന് പറയുന്ന കുറ്റ്യാടിപ്പുഴ, പല ഇടങ്ങളിലും പല പേരാണ് ഈ പുഴയ്ക്ക്. എല്ലാ പുഴയും അങ്ങനെ തന്നെയാണ്. ഒഴുകി വരുന്ന വഴിയിൽ പലയിടങ്ങളിലും നാമഭേദം പുഴകൾക്ക് ഉണ്ടാകാറുണ്ട്. നമുക്കിപ്പോൾ കോട്ടക്കൽ പുഴ എന്ന് പറയാം. കോട്ടക്കൽ പുഴ അറബിക്കടലിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് സാൻഡ് ബാങ്ക്സ്. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ടൊന്നുമല്ല, ഈ മോട്ടോർ വാഹനങ്ങളും നമ്മുടെ നിരത്തുകളും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് നാവികരും പല പ്രദേശങ്ങളിൽ നിന്നുള്ള വാണിഭക്കാരും കച്ചവടക്കാരും താവളമടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് സാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അക്കാലത്ത് നമുക്കറിയാം, ജലഗതാഗതമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ആയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് റോഡുകൾ വന്നതോടുകൂടി, മോട്ടോർ വാഹനങ്ങൾ വന്നതോടുകൂടി ഈ ജലപാതകൾ ഇല്ലാതാവുകയും റോഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് നീക്കവും യാത്രകളും ഒക്കെ കൂടുതൽ വിപുലമാകുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഈ പുഴയിലൂടെ, സമുദ്രത്തിലൂടെയുള്ള തോണിയും കപ്പലുകളും ഒക്കെ തന്നെ തീർത്തും ഇല്ലാതായി. ആ ഒരു സംസ്കാരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അക്കാലത്ത് പ്രശസ്തമായിരുന്ന, ഒരുപാട് സജീവമായിരുന്ന പല പുഴയോരങ്ങളും കടലോരങ്ങളും തീർത്തും ക്രമേണ വിസ്മൃതിയിലായി തീർന്നു. അങ്ങനെ വിസ്മൃതിയിലായി പോയ ഒരു സ്ഥലമാണ് സാൻഡ് ബാങ്ക്സ്. ഈ സാൻഡ് ബാങ്ക്സ് എന്ന പേര് പിന്നീട് ബ്രിട്ടീഷുകാർ നൽകിയതാണ്. നമ്മൾ എന്താണ് അതിനു മുമ്പ് ഈ പ്രദേശത്തിന് പറഞ്ഞിരുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അസ്തമനം ഒഴിച്ച് വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ വടകര കോർപ്പറേഷനും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര അവശേഷിപ്പുകളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പലവിധങ്ങളായ മാറ്റങ്ങൾ സാൻഡ് ബാങ്ക്സിലുണ്ടായെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നന്നാക്കിയിട്ടുണ്ട്. എന്നാലും യഥാർത്ഥത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് വേണ്ട തരത്തിൽ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരു ചെറിയ പാർക്ക് ഉണ്ട് ഇവിടെ. ആ പാർക്കിൽ നിന്നാൽ അസ്തമനം കാണാൻ കഴിയും. കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന പാർക്കാണ്. അതിൻ്റെ ഇടതുവശത്ത് പുഴ വന്നു ചേരുന്ന ഭാഗമാണ്. ഈ പുഴയിലൂടെ തോണികളും മറ്റ് ജലഗതാഗതങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുമാണ്. കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമൊക്കെ തന്നെ ഇവിടെ നിത്യസന്ദർശകരാണ്. ഈ പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ചെറിയ ഫീസ് 10 രൂപ വാങ്ങുന്നുണ്ട്. അത് ആവശ്യവുമാണ്. കാരണം ഇവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതുണ്ട്, ദൈനംദിന പരിപാലനം നിർവഹിക്കേണ്ടതുണ്ട്, കുറച്ച് സെക്യൂരിറ്റിക്കാരുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മലിനീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്ന ചുമതലയും ചെലവേറിയതാണ്. അതുകൊണ്ട് ഫീസ് വാങ്ങുന്നതിലൊന്നും തെറ്റില്ല.
പണ്ട് ഈ കടപ്പുറത്തേക്ക് ഇറങ്ങാൻ പ്രത്യേകം വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അടച്ചിട്ടുണ്ട്. പുറത്തുകൂടെ നമുക്ക് കടൽ തീരത്തേക്ക് പോകാവുന്നതാണ്. നല്ല വെള്ള മണൽ വിരിച്ച തീരമാണ്. കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും പട്ടം പറത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ചെറിയ രീതിയിലുള്ള സൗകര്യമുണ്ട്. അത് കുറച്ചുകൂടെ വിപുലീകരിക്കുകയും കുറച്ചുകൂടെ വൃത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇവിടെ അധികാരികളുടെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞ് പഴയ സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്താൽ ഇനിയും തദ്ദേശീയരും അതുപോലെ തന്നെ വിദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഈ പ്രദേശത്തിന് കഴിയും. നമുക്കറിയാം, തൊട്ടടുത്തുള്ള ബീച്ച് കാപ്പാടാണ്. കാപ്പാടിൻ്റെ പ്രാധാന്യവും നമുക്കറിയാം. കാപ്പാട് വരുന്നവർക്കൊക്കെ സാൻഡ് ബാങ്ക്സും സന്ദർശിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാകണമെങ്കിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. നമ്മുടെ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ വളരെ വിമുഖരാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർ. മാറി മാറി വരുന്ന ഭരണക്കാർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അതിൽ തികച്ചും അവഗണന പുലർത്തുകയും അതിനൊന്നും പ്രാധാന്യമില്ല എന്നുള്ള മട്ടിൽ പഴയ പാരമ്പര്യങ്ങളെ തച്ചുടക്കുകയും അവിടെയൊക്കെ പുതിയ കോൺക്രീറ്റ് കാടുകൾ എന്ന് പറയുന്ന കോൺക്രീറ്റ് മന്ദിരങ്ങൾ നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് പരമാവധി 30-35 വർഷമാണ്. എന്നാൽ നമ്മൾ പൊളിച്ചു കളഞ്ഞ ഈ ചരിത്ര സ്മാരകങ്ങളോ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവ പോലും ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവ സംരക്ഷിക്കാൻ അതിൻ്റെ മെയിൻ്റനൻസ് വർഷാവർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതിനെ പരിരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾ, ഇന്ത്യയെ പോലെയുള്ള വളരെ ചുരുങ്ങിയ രാജ്യങ്ങളാണ് തങ്ങൾ വന്ന വഴിയെ മറന്ന് നമ്മളുടെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളെ തൃണവൽഗണിച്ച് അതൊക്കെ നശിപ്പിച്ച് പുതിയ രീതിയും പുതിയ സംസ്കാരങ്ങളും എത്രയോ ഉദാത്തമാണ് എന്ന മട്ടിൽ പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചരിത്രം മറക്കുന്നു, നമ്മുടെ സംസ്കാരം എന്തായിരുന്നു എന്ന് മറക്കുന്നു. നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതിൻ്റെ നാൾവഴികൾ എന്താണെന്ന് നമ്മുടെ കുട്ടികൾ അറിയാതെ പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മളായതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഇത്തരം സ്മരണികകൾ, മോണിമെന്റ്സ്. അവ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് അവർക്ക് പൂർവികരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രത്തിൻ്റെ വഴികാട്ടികളായി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും ഈ മേഖലയിൽ പഠിക്കേണ്ടത്. ഇന്നും ഇതൊക്കെ തുടർന്നു വരികയാണ്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. നമ്മുടെ പഴയ കെട്ടിട നിർമ്മാണ ശൈലി, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതികൾ ഒക്കെ തന്നെ അനാവരണം ചെയ്യുന്ന ഇനി ബാക്കിയുള്ള സ്മരണികകളെങ്കിലും നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ വരുംകാല പ്രവർത്തനങ്ങൾ. അതിൽ സർക്കാരും ജനസമൂഹവും അതുപോലെ സമൂഹത്തിലുള്ള ആർക്കിടെക്റ്റുകൾ, ചരിത്രകാരന്മാർ, മറ്റ് കലാകാരന്മാർ ഒക്കെ ഒരുമിക്കുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വാംശീകരിച്ച് നല്ലൊരു പദ്ധതിയായി ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ടൂറിസം വകുപ്പിനും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ഒരുപാട് സംഭാവനകൾ ഇക്കാര്യത്തിൽ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടികൾ നമ്മുടെ സംസ്കാരം ഏറ്റവും ഉദാത്തമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട് എന്ന അവബോധത്തോടു കൂടി പെരുമാറുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. അതിനായി എല്ലാവരും പ്രയത്നിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ ദയവ് ചെയ്ത്
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി സുഹൃത്തുക്കൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക്, അതുപോലെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.